ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും പറവൂരിനും ഇടയ്ക്ക് തട്ടാമ്പടിക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് എന്ന ലൊക്കേഷനിലുള്ള മനോഹരമായ ഒരു വീടാണ്. 3,900 സെന്റ് സ്ഥലത്ത് 1,450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുത്തൻ വീടാണ് ഇത്. വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. തട്ടാമ്പടി ജംഗ്ഷനിൽ നിന്ന് 700 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീടിന്റെ ഇരുവശങ്ങളിലുമായി പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട്. വീടിന് നല്ലൊരു കോമ്പൗണ്ടുകൾ കൊടുത്ത് പെയിൻറ്റിങ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വീടാണിത്. നല്ല രീതിയിൽ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്ത് ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്ക് ഈ വീടിനായി മുൻപിലായി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 സ്ലൈഡിംഗ് ഗേറ്റുകളാണ് വീടിൻ്റെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ചുറ്റിലും വീടുകളെല്ലാം ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി മുറ്റത്ത് ടൈൽ പാക്കി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 1-2 വാഹനങ്ങൾക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്.
വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ മനോഹരമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് ഈ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ എല്ലാം ചെയ്തിട്ടുള്ള വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയും മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. മനോഹരമായി ടൈൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള, നല്ല ഫ്ലോറിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാൾഡ്രോബുകൾ കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഭംഗിയുള്ള വാൾഡ്രോബുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഭംഗിയുള്ള ഒരു വാഷ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ കിച്ചണാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. L ഷേപ്പിലാണ് ഈ ഗ്രാനൈറ്റ് ഇവിടെ വർക്കുകൾ ചെയ്ത് വച്ചിട്ടുള്ളത്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. മുകളിലും താഴെയുമായി ധാരാളം കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഈ കബോർഡ് വർക്കുകളിലെല്ലാം സ്റ്റിക്കറുകൾ പൊളിക്കാത്തത് കൊണ്ടാണ് ഈ ലെറ്റേഴ്സ് എല്ലാം വെളിയിൽ കാണുന്നത്. സ്റ്റിക്കറെല്ലാം പൊളിച്ച് കളയാനുള്ളതാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. മൂന്ന് പാളികളുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മിറർ കൊടുത്ത് ഒരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാൾഡ്രോബുകളിലെല്ലാം സ്റ്റിക്കറുകൾ പൊളിച്ചു കളയാനുള്ളതാണ്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഫ്രണ്ട് ബാൽക്കണിയാണ്. നമുക്ക് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് കടക്കാം.
ഇതാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി താഴേക്ക് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ മുറ്റവും അതുപോലെ തന്നെ റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് തന്നെ ഓപ്പൺ ടെറസിലേക്കും പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു എൻട്രൻസ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് കടക്കാവുന്ന ഒരു എൻട്രൻസ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിൽ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഓപ്പൺ ഏരിയയിൽ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്താൽ ഇതൊരു യൂട്ടിലിറ്റി റൂമാക്കി എടുക്കാവുന്നതാണ്. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓണർ നിർവഹിച്ചിട്ടുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആലുവ ടൗണിൽ നിന്നും 9 കിലോമീറ്ററും പറവൂരിലേക്ക് 5 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ എല്ലാ കോണുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിൻ്റെ തുരുത്തുകൾ തേടുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട്, ഒരു സ്ഥലം തന്നെയാണ് ഇത്. നഗരത്തിൽ നിന്നും കുറച്ച് മാറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. 3,900 സെൻറ്റ് സ്ഥലത്ത് 1,450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിനെ ഉടമ ചോദിക്കുന്ന വില 50 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ വീട് വിസിറ്റ് ചെയ്യുന്നതിനും മറ്റ് പ്രോപ്പർട്ടികളെ കുറിച്ച് അറിയുന്നതിനും ഈ വീട് വാങ്ങുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.